സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. തിരുക്കല്ലറ ദേവാലയത്തിലെ ഹോളി ഫയർ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരുമിച്ചെത്തിയത് ആയിരങ്ങൾ. ജെറുസലേം. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഇന്നലെ നടന്ന ഓർത്തഡോക്സ് സഭയുടെ ഈസ്റ്റർ ആഘോഷത്തിനായി യേശുവിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന ഹോളി സെപ്പൾക്കർ ദേവാലയത്തിൽ എത്തിയത് ആയിരങ്ങൾ. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഇന്നലെ മെയ് 5 ഓർത്തഡോക്സ് സഭ ഈസ്റ്റർ കൊണ്ടാടിയത്. ദേവാലയത്തിനുള്ളിൽ നടന്ന ഹോളി ഫയർ ആഘോഷത്തിൽ 4000-ഓളം പേരാണ് പങ്കെടുത്തത്. ഈസ്റ്ററിന് മുൻപുള്ള ശനിയാഴ്ച ഹോളി സെപ്പൽ ദേവാലയത്തിനുള്ളിൽ അത്ഭുത തീനാളം പ്രത്യക്ഷപ്പെടുന്നുവെന്നാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ വിശ്വാസം. ദേവാലയത്തിനുള്ളിലെ ക്രിസ്തുവിനെ അടക്കം ചെയ്തിരിക്കുന്ന അറയ്ക്കുള്ളിൽ പ്രവേശിച്ച് ഗ്രീക്ക് പാത്രിയാർക്കീസ് കത്തിച്ച മെഴുകുതിരികളുമായി പുറത്തു വരികയും അതിൽ നിന്നും ആയിരങ്ങൾ തങ്ങളുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന മെഴുകുതിരികൾ കത്തിക്കുകയും ചെയ്യുന്നതാണ് ഹോളി ഫയർ ആഘോഷം. കത്തോലിക്കരും മറ്റ് ക്രിസ്ത്യാനികളും പങ്കെടുക്കുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ചടങ്ങ് 1106 മുതൽ തുടർച്ചയായി നടക്കുന്നുണ്ട്. കനത്ത പോലീസ് സാന്നിധ്യത്തിൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന ഓൾഡ് സിറ്റിയിലേക്കുള്ള പ്രവേശനം വെള്ളിയാഴ്ച രാത്രി മുതൽ നിരോധിച്ചിരുന്നു. ബസിലിക്കയ്ക്കുള്ളിൽ നിരവധി മെഡിക്കൽ ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാ അംഗങ്ങളും ഉണ്ടായിരുന്നു. പാലസ്തീൻ ജനതയോടും യുദ്ധത്തിന്റെ ഇരകളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് ക്രൈസ്തവർ ഈ വർഷത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത്. പഴയ ജെറുസലേം നഗരത്തിലെ തെരുവുകളിലൂടെ വിശുദ്ധ അഗ്നി കൈമാറ്റം ചെയ്യപ്പെടാതെ വിശ്വാസികളുടെ വീടുകളിലേക്ക് നേരിട്ട് കൊണ്ടുപോകുന്ന വിധത്തിലായിരുന്നു ക്രമീകരണം. തിരുക്കല്ലറ ദേവാലയത്തിൽ നിന്നും സ്വീകരിച്ച പ്രത്യേക വിളക്കുകൾ ലോകമെമ്പാടുമുള്ള പ്രധാന ഓർത്തഡോക്സ് പള്ളികളിലേക്ക് പ്രത്യേകമായി കത്തിച്ച് വിമാനങ്ങൾ വഴി എത്തിക്കുന്നുണ്ട്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.